ദൈവം എനിക്ക് സൗഖ്യം തന്നു. ദൈവം എനിക്ക് സൗഖ്യം തന്നു. ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഓരോ എപ്പിസോഡിലും ദൈവം ഭയങ്കര അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ എപ്പിസോഡിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും. ഇന്നത്തെ വചനം നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കും. ഇതുവരെയും നിങ്ങളുടെ ലൈഫിൽ കണ്ടിട്ടില്ലാത്ത പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ലൈഫിലുണ്ടാകും. മഴ പെയ്തിറങ്ങുന്നത് പോലെ നിങ്ങളുടെ ലൈഫിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി പെയ്തിറങ്ങും. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ ദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് വചനത്തിലേക്ക് കടക്കാം. ഇത്രയും വലിപ്പമുള്ള വേര് ഈ കരിങ്കൽ ഭിത്തി തുളയ്ക്കും. അതിനെ കുത്തി തുരന്ന് ബിൽഡിങ്ങിന്റെ അടി കൂടെ അപ്പുറത്ത് വന്നു കഴിയുമ്പോ വീണ്ടും ഇത്രയും മണ്ണമാവും വേരിന്. എടാ, വേരിന് കേറാൻ വേറെ ഒരു വഴിയും വേണ്ട. അവന് ഇഷ്ടമുള്ളിടത്തുള്ള കയറിപ്പോ. എവിടാ പോകുന്നേ? വെള്ളക്കണ്ണിക്കകത്തി ഒന്ന് മുട്ടുവാ വേര്. ഈ മരത്തിന്റെ പച്ചിപ്പ് ഈ വേരിന്റെ മെച്ചവാ. എടാ, നിന്റെ പച്ചിപ്പ് യേശുക്രിസ്തു എന്ന വേര് വന്ന് കയറിയോണ്ട. എന്നോട് ദൈവാത്മാ പറയാം, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവകൃപ ഇന്ന് പുറത്തു വന്നേ പറ്റൂ. ഇന്ന് ഇതുവരെ നടക്കാത്ത കാര്യങ്ങൾ സംഭവിക്കാൻ പോവുക. ചെലവിനെ ദൈവം വളർത്താൻ പോവുക. ഭൂമിയിൽ ആർക്കും തടയാൻ പറ്റാത്ത പോലെ ദൈവം നിന്നെ വളർത്താൻ പോവുക. നിന്റെ ആത്മീക ജീവിതം വളരാൻ പോവുക. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണേ, കർത്താവിന് സ്തോത്രം. യെശയ്യാ പ്രവചനത്തിൻ്റെ ഒരു വാക്യമുണ്ട്, ദുഷ്ടന്റെ കൊമ്പിനെ ഞാൻ മുറിച്ചു മാറ്റും. ഒരാമീൻ വരുന്നില്ല. യെശയ്യാ പ്രവചനത്തിലെ വാക്യം, ദുഷ്ടന്റെ കൊമ്പിനെ ഞാൻ മുറിച്ചു മാറ്റും എന്ന് പറഞ്ഞാൽ, ചില വൃക്ഷങ്ങൾ തലപോക്കാത്ത എന്നാന്നറിയാമോ? അതിനെക്കാട്ടി വമ്പൻ വൃക്ഷങ്ങൾ ഇങ്ങനെ പടന്ന് കിടക്കുക. ഇത് തലപോക്കണം, എന്തോ ചെയ്യണം? അതിനെ മുറിച്ചു മാറ്റണം. ഇന്ന് പകൽ നീ വളരാൻ തടസ്സമായി നിന്റെ മേൽ കിടക്കുന്ന ചില ദുഷ്ടന്റെ കൊമ്പുകളെ എൻ്റെ ദൈവം മുറിച്ചു മാറ്റുകയാ. എന്നോട് യേശു പറയുന്നൊരു വെളിപ്പാട് പറയാം. ചിലരെ ദൈവം പടർത്താൻ പോവുക. വിശ്വാസമുണ്ടോ നിനക്ക്? നിന്റെ സന്തതി പടരുന്നത് നീ കാണും. ആർക്കും നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. ഞാൻ പ്രവചിച്ചു പറയാ, നീ തലപൊക്കും, നീ പടരും. ജീസസ്, നീ ആ മതില് കണ്ട് പേടിക്കണ്ട, ആ മതിലിനെ ഭയപ്പെടണ്ട. നിനക്ക് വളരാൻ അനുവാദം തന്നേക്കുവാ. നീ വളരുന്നതിന്റെ മെച്ചം അറിയാമോ? ഒന്ന്, കാട്ടൊലിവായ നിന്നോട് മറ്റൊരു ഒലിവ് ഒട്ടിച്ചു. ഒരാമീൻ പറയണം. നിന്നെ മുറിച്ചെടുത്ത് മറ്റൊരുവിനോട് എന്ത് ചെയ്തു? ഒട്ടിച്ചു. ഒരാമീൻ പറ. ഇപ്പം നീ വളരുന്നത് പാപ്പച്ചന്റെ മോനായിട്ടല്ല, യേശുവിന്റെ മോനായിട്ടാ. പാപ്പച്ചന്റെ മോനാണെങ്കിൽ പ്രീ ഡിഗ്രിക്ക് 3 വട്ടം തോറ്റ നിന്നെ എന്നതിന് കൊള്ളാം. വെൽഡിങ് ഷോപ്പുകാർ പോലും എടുക്കുകയല്ല. ഇപ്പം ജനം എടുത്തോണ്ട് നടക്കുക. എന്നാ കാര്യം? നിന്നെ മുറിച്ച് ഒരു നാട്ടൊലിവിനോട് ഒട്ടിച്ചു. എന്നിട്ട് ഇനിയും കർത്താവിന് സ്തോത്രം, ആ റോമാലേഖനം ഒന്ന് എടുത്ത് 11-ാം അധ്യായം 17-ാം വാക്യം വായിച്ച്.
കൊമ്പുകളിൽ ചിലത് ഒട്ടിച്ചിട്ട് കാട്ടൊലിവായി നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവുമരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയാക്കി തീർത്തു. എങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പക്ഷെ കൊമ്പിന്റെ നേരെ പ്രശംസിക്കരുത്. എന്റെ ബ്രദറെ, ഞാൻ ഇങ്ങനെ അങ്ങ് പടർന്നുകൊണ്ടിരിക്കുക, ലോറികളൊന്നും ചാടരുത്. അടുത്ത കേട്ടോണം. പ്രശംസിക്കുന്നു എങ്കിൽ നീ വേരിനെ അല്ല വേർ നിന്നെ എത്ര ചുമക്കുന്നു എന്ന് ഓർക്കാം. ആമീൻ ആമീൻ പറഞ്ഞാട്ടെ. നിന്നെ യേശു ക്രിസ്തു എന്ന വേര് ചുമക്കുക. നിന്നെ ഒരുത്തനും തൊടാൻ പറ്റത്തില്ലെന്ന് പ്രസംഗിക്കുന്ന രഹസ്യം അറിയാമോ? നിന്നെ ക്രിസ്തു എന്ന വേര്. ഈ യെശയ്യാപ്രവചനത്തിൽ വാക്കിയില്ലയോ? കർത്താവിന്റെ സ്തോത്രം. ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള. യെശയ്യാ 11:1 വായിച്ചേ. എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും. ആരാ മുള? യേശു ക്രിസ്തു. അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. അവന്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും. രണ്ടില്ല, ഒരൊറ്റ കൊമ്പ് ഫലം കായ്ക്കും. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും. ആ കായ്ക്കുന്ന കൊമ്പിന്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും. യഹോവയുടെ ആത്മാവ് ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്. ജ്ഞാനത്തിന്റെ ആത്മാവ്, വിവേകത്തിന്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, ബലത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെ ആത്മാവ്, യഹോവ ഭക്തിയുടെ ആത്മാവ് തന്നെ. അവന്റെ പ്രമോദം യഹോവ ഭക്തിയിലായിരിക്കും. ഒരാമീൻ പറഞ്ഞു തുടങ്ങണം. ഇന്ന് പകൽ ഒരു ദൂത് പറയാം. കുഞ്ഞെ, നിന്റെ നിലനിൽപ്പിന്റെ രഹസ്യം യേശു ക്രിസ്തു എന്ന വേരിന്മേല. ഗ്ലോറി. ആഗ്രഹമുണ്ടോ ദേശത്തൊന്ന് പച്ചിക്കണമെന്ന്? ആഗ്രഹമുണ്ടോ ഒന്ന് തലപൊക്കണമെന്ന്? ആഗ്രഹമുണ്ടോ നിനക്കെതിരെ മതിൽ കെട്ടിയവന്റെ മതിലിന്റെ മീതെ? ആൾക്കാരൊക്കെ പറഞ്ഞു ഞങ്ങളെല്ലാം കൂടെ ബന്ധിച്ചത് അവൻ അങ്ങ് ഒതുങ്ങിപ്പോയെന്ന്. ഗ്ലോറി. ഇപ്പൊ അവര് പറയുക കർത്താവിന്റെ സ്തോത്രം, ഈയിടെ ഒരു ചെറിയ പച്ചിപ്പ് കാണാനുണ്ടെന്ന്. മന്ത്രവാദം ചെയ്യുന്ന മന്ത്രവാദി പറഞ്ഞു, ഇപ്പൊ ചെയ്തിട്ട് നേക്കത്തില്ല. കാരണം പറയാം, നിന്റെ മന്ത്രത്തിന്റെ മേളിൽ അവൻ തല പൊക്കി കഴിഞ്ഞു. ഒരാമീൻ വരുന്നില്ല. ഇന്നാളിൽ ആരാണ്ട് ഒരു പാസ്റ്റർ പ്രസംഗത്തിനുണ്ട്, ഫ്ലൈറ്റ് മേപ്പോട്ട് പൊങ്ങും പട്ടി കുരയ്ക്കും. പട്ടി കുരച്ചോട്ടെ. പട്ടിക്ക് കുരയ്ക്കാൻ പറ്റുന്ന മേഖലയുടെ മേളിലേക്ക് ഈ ഫ്ലൈറ്റ് പറന്ന് പൊങ്ങിക്കഴിഞ്ഞു. ഫ്ലൈറ്റ് പൊങ്ങുമ്പോൾ പട്ടി കുരയ്ക്കുന്നെന്ന് വിചാരിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. പട്ടി താഴത്തെ കാര്യമാണ് കുരയ്ക്കുന്നത്, ഫ്ലൈറ്റ് മുകളിലോട്ടാണ് പറന്നു പോകുന്നത്. ഇന്ന് പകൽ നിന്നോട് ദൂത് പറയാം, നിനക്കെതിരെ ആരെങ്കിലും കുരയ്ക്കുന്നുണ്ടെ പേടിക്കണ്ട. നിനക്കെതിരെ ആരെങ്കിലും അപവാദം പറയുന്നുണ്ടെ പേടിക്കണ്ട. അതിന്റെ മീതെ നീ തലപൊക്കുകയാ. അപ്പൊ നീ തലപൊക്കാൻ രഹസ്യം എന്നാ? നീ പാപ്പച്ചന്റെ മോനാ. പക്ഷെ പാപ്പച്ചന്റെ മോൻ പൊങ്ങുകയാണെന്ന് അവർക്കറിയാം. പക്ഷെ അവരറിഞ്ഞില്ല, പാപ്പച്ചന്റെ മോനെ മുറിച്ചെടുത്ത് ഒരു നല്ല ഒലിവിനാൽ ഒട്ടിച്ചു വെച്ച് കെട്ടി. മനസ്സിലായ? അവൻ ആ ഒലിവിനോടങ്ങ് ചേർന്നു. പിന്നെ ആ ഒലിവിന്റെ മഹാത്മ്യം എന്താണെന്നറിയാമോ? കർത്താവിന് വേരിന്റെ മഹാത്മ്യമാണ്. വേരങ്ങോട്ട് വലിച്ചു കൊടുക്കും. ഈ യിരെമ്യാ പ്രവചനത്തിൽ എഴുതിയിട്ടൊരു ഭാഗമുണ്ട് യഹോവയിൽ ആശ്രയിക്കുന്നവനെ കുറിച്ച്. യിരെമ്യാ പ്രവചനം എടുത്തേ 17-ാം അധ്യായം. ഗ്ലോറി. വായിക്കാതെ വിടരുത്, ഒരു ദൂത് പറഞ്ഞു. ജെറമ്യാ ചാപ്റ്റർ 17:7 7-ാം വാക്യം. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഒരു ഹല്ലേലൂയ പറ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അല്ലാതെ ലോട്ടറി അടിക്കുന്നവനല്ല ഭാഗ്യവാൻ. ആമേൻ. യഹോവയിൽ ആശ്രയിക്കുകയും പ്രാർത്ഥിച്ചുകൊണ്ട് ലോട്ടറി എടുക്കുന്നവരുണ്ട്. നാളെ എനിക്കൊരു വലിയ മണ്ടത്തരം പറ്റി. എന്നെ ഒരാൾ ഫോൺ വിളിക്കുക, പാസ്റ്ററെ എനിക്കൊരു 1.5 കോടി രൂപ കടമുണ്ട്, പാസ്റ്റർ പ്രാർത്ഥിക്കണം, 2 കോടി എൻ്റെ കയ്യിലിരിക്കുക, അതൊന്ന് കിട്ടിയാൽ മതി. ഞാനങ്ങ് പ്രാർത്ഥിച്ചു, കർത്താവേ 1.5 കോടിയുടെ കടം പൊട്ടാൻ 2 കോടി കയ്യിൽ. പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു തോന്നല്, ഇവൻ ലോട്ടറി പിടിച്ചോണ്ടാണോ? അപ്പൊ ഞാൻ ചോദിച്ചു, നിന്റെ കയ്യിൽ ലോട്ടറിയാണോ ഇരിക്കുന്നത്? അതെ പാസ്റ്ററെ. പിന്നെ എന്നാ പറയാൻ? പ്രാർത്ഥന അവിടെ വെച്ച് മുറിഞ്ഞുപോയി. ഗ്ലോറി. ഒരു ഭാഗ്യപരീക്ഷണം നോത്തണ്ട. ലോട്ടറി ഒന്നും തന്നല്ല നിന്നെ പോറ്റാൻ പോകുന്നേ. ഒരാമയും വരുന്നില്ല. ഹല്ലേലൂയ. നിനക്ക് പ്രതീക്ഷിക്കാത്തടത്തുനിന്ന് ദൈവം നിനക്ക് വഴി ഉണ്ടാക്കി തരും. അപ്പൊ ഇവൻ പൊങ്ങുകയല്ലെന്നറിയാം. ഗ്ലോറി. ഇവൻ പൊങ്ങാൻ കാരണം പറയാം. ദൈവത്തിന് സ്തോത്രം.
ഇവൻ ഒരു നല്ല വേരുമായിട്ടാണ് ഇവന്റെ ബന്ധം. ആ വേരാ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുകയാണ്, 7-ാം വാക്യം ശ്രദ്ധിച്ചേ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാനൊരു കാര്യം നിങ്ങളോട് പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? നിന്റെ ഉടുപ്പെ കുത്തുന്ന ഒരു ചെറിയ സെപ്റ്റിപ്പൻ തൊട്ട്, സ്തോത്രം, നിനക്കുണ്ടാകുന്ന 100 കോടി രൂപയുടെ ആവശ്യം വരെ, അതിനപ്പുറത്തും സാധിപ്പിക്കാൻ കഴിവുള്ള ഒരാളെ ഉള്ളൂ. അവന്റെ പേരാ യേശു. ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോൾ ഒരു മർമ്മം ചോദിച്ചേ, സുവിശേഷ വേലയിൽ എത്ര ലക്ഷം ഉപദേശിമാരാ ജീവിക്കുന്നത്? ഏറ്റവും കുറഞ്ഞൊരു എത്ര ലക്ഷം ഉപദേശിമാർ കാണും? ഒരു 10 ലക്ഷം വരെ വെക്കാം. 10 ലക്ഷം വരെ ജോലി ചെയ്യുന്നൊരു കമ്പനി കാണിക്കാവോ? ഇല്ല. എത്ര ഭംഗിയായിട്ടാണ് കർത്താവ് മേളിൽ ഇരുന്നത് കൺട്രോൾ ചെയ്യുന്നത്. അത് കയറ്റിയിറക്കാം. അത് ഉദയജിമാരുടെ കയ്യിരിപ്പുണ്ടാ. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടങ്ങത്തില്ല. ഗ്ലോറി. അപ്പൊ ചെല്ലി ചോദിക്കും, ബ്രദറെ, അപ്പൊ എൻ്റെ കുറവ് കൊണ്ടാണ് എനിക്ക് നന്മ കിട്ടാത്ത. അല്ല, പറയാം. ഇതിന് പല സ്റ്റേജുണ്ട്. ആദ്യം പഠിപ്പിക്കും. ആദ്യം നീ 2 പ്രാർത്ഥന പഠിക്കും, നിനക്കെല്ലാം കൂടെ തന്നാൽ പിന്നെ നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കത്തുമില്ല, സഭയിലും വരത്തില്ല. ഈ ചിലർക്ക് വലിയ മണ്ഡലം വരും, സുളുവി വന്ന് പ്രാർത്ഥിച്ചു എല്ലാം വാങ്ങിച്ചോണ്ട് വന്നേ ചെയ്യുന്നത്. കർത്താവിൻ്റെ അടുക്കൽ ഒരു പണിയും നടക്കില്ല, വെറുതെയാ. നീ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ കർത്താവ് നിന്റെ നിരൂപണം തമ്പുരാന്റെ സ്ക്രീനെ തെളിഞ്ഞു കഴിഞ്ഞു. അവൻ വരുന്ന പുറകിരുന്ന് 3 കൈയടിച്ച് എങ്ങനെയും ആ കട ഒന്ന് പൊട്ടാൻ വേണ്ടിയാ വരുന്നേ. അവൻ ആ ക്യാൻസർ അഴിയാൻ വേണ്ടി വരിക. അപ്പം ക്യാൻസറിനോട് പറയാം, ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് പോയാൽ മതി. ഈ 2-3 മാസം കൊണ്ട് വചനം കേൾക്കുമ്പോൾ അവൻ സമർപ്പിക്കും, യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചോളാവാൻ. അപ്പം ക്യാൻസറിനോട് പൊക്കോളാൻ പറയും. ഒരാമ്യം വരുന്നില്ല. ഞങ്ങൾ ബ്രദറെ, ഞങ്ങൾ എന്തോ ഇട്ടും പരാജയപ്പെടുക. അപ്പം ഇതൊക്കെ ചിലപ്പോൾ നിന്നെ പഠിപ്പിക്കുക ദൈവം. പഠിപ്പിക്കുന്ന സ്ഥലമുണ്ട്, ഭയങ്കരമായിട്ട് പഠിപ്പിക്കും. പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പരീക്ഷയിലൊക്കെ ചെറിയ നഷ്ടങ്ങൾ വരുമ്പോൾ നമ്മുടെ പ്രതികരണമാണ് ദൈവം നോക്കുന്നത്. ഞാൻ ഇനിയും പ്രാർത്ഥനയ്ക്കൊന്നും വരുന്നില്ല, നിങ്ങളോട് വന്ന് പ്രാർത്ഥിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് ഒരു മെച്ചവും. അപ്പോൾ ഇതന്നെ കച്ചവടം വന്നു. ഇന്നാളെ ഒരു ബ്രദർ എന്നോട് പറഞ്ഞു, ബ്രദറെ, ഞാനൊരു തുണിക്കട നടത്തുന്ന ആളാണ്. ബ്രദറിൻ്റെ അടുക്ക് വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് പുതിയതായിട്ട് കച്ചവടമൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ വരുന്നില്ല. ഞാൻ പറഞ്ഞു, ബ്രദർ ജീവിതത്തിൽ വരരുത്, ഇത് കച്ചവടം കൊടുക്കുന്ന സ്ഥലമാണ്. ഞാൻ ഇതുമായിട്ട് കോട്ടയത്ത് പോകും, തിരുവല്ലായി വരും, എൻ്റെ അമ്മാച്ചന്മാർ കൊടുക്കത്തില്ലയോ? കുഞ്ഞെ, ഇത് ആ പരിപാടി അല്ല. ഇത് വ്യവസ്ഥ പ്രകാരം വരുന്നവനെ അനുഗ്രഹിക്കുന്ന സ്ഥലമാണ്. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും, തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ കെട്ടിപ്പൊക്കും. കേട് തീർക്കുന്നവനെന്നും കുടിയിരിപ്പാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനത്താക്കുന്ന നിനക്ക് പേർ പറയും. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ, നിന്റെ അപ്പന്മാരുടെ കാലത്തെ ഇടിച്ചു മുടിച്ച് കളഞ്ഞ ദുഷ്ടശക്തികൾ നോക്കി നിൽക്കെ നിന്റെ സന്തതി അത് പണിതു വെക്കും. വിശ്വാസമുണ്ട്? ഹല്ലേലൂയ പറ. നിന്റെ സന്തതിയോടെ നന്മ നീ കാണും. നിന്റെ കണ്ണ് ഭാഗ്യമുള്ള കണ്ണാണ്. അമ്മയോട് 1000 പ്രാവശ്യം പറഞ്ഞ് ഹല്ലേലൂയ പറയണം. നീ താഴ്ചയല്ല, ഉയർച്ച തന്നെ പ്രാപിക്കൂ. നിന്റെ സന്തതിയുടെ നന്മ നീ കാണും. നിന്റെ അപ്പന്മാരുടെ കാലത്തെ ഇടിച്ചു മുടിച്ചു കളഞ്ഞ ദുഷ്ടശക്തികൾ തകർത്ത് കളഞ്ഞിടത്തുനിന്ന് നിന്റെ സന്തതി കെട്ടിപ്പൊക്കിക്കൊണ്ടുവരും. വിശ്വാസമുണ്ടോ കുഞ്ഞെ? നിനക്ക് 5 കോടി രൂപ കടമുണ്ട്, പേടിക്കണ്ട. നിന്റെ സന്തതിയിൽ ഒന്നിനെ ദൈവം അനുഗ്രഹിച്ചാൽ മതി, അത് കെട്ടിപ്പൊക്കിക്കൊണ്ടുവരും. ഒരാമീൻ പറഞ്ഞാട്ട്, ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്, ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. വിശ്വസിക്കുന്നവർ ചേർന്ന് ഒരു ആമീൻ പറഞ്ഞാട്ട്. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്ത് ചെന്നപ്പോഴേ ഹല്ലേലൂയ, ഒരു മനുഷ്യൻ എൻ്റെ അടുക്ക വന്നു, എനിക്കിങ്ങനെ കൈ തന്നു. കർത്താവ് എന്നെ ഒരു ഹോട്ടലിൽ കൊണ്ട് നല്ല ഫുഡ് വാങ്ങിച്ചു തന്നു. ഹല്ലേലൂയ. എന്നിട്ട് എന്നോട് പറഞ്ഞു, ബ്രദറെ, എന്നെ കർത്താവ് അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ഞാൻ എങ്ങനെ അനുഗ്രഹിച്ചേ? അദ്ദേഹത്തെ അനുഗ്രഹിച്ച കാര്യം ഒന്ന് വിവരിച്ചു. അവൻ 2-3 വാക്യം ഞാൻ പറയാമേ. അദ്ദേഹം ബിസിനസ് ചെയ്ത് പൊട്ടി, പിന്നെ 8 പൊട്ടി. ഹല്ലേലൂയ. എല്ലാം തകർന്നു. ഭാര്യ അവസാനം പറഞ്ഞു, അച്ചായ, ഇനി ബിസിനസ് ഒന്നും വേണ്ട, എവിടെയെങ്കിലും പ്രാർത്ഥനയ്ക്ക് പോയി ജീവിച്ചാൽ മതി. അങ്ങനെ ബിസിനസ്സും നഷ്ടപ്പെട്ടു, സ്ഥലവും നഷ്ടപ്പെട്ടു, വീടും നഷ്ടപ്പെട്ടു, വാടക വീട്ടിലായി. അങ്ങനെ അമ്മ യോഗത്തിന് പോകാൻ തുടങ്ങി. ഹല്ലേലൂയ. മൂത്ത മോൻ എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങി. ഹല്ലേലൂയ. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്യാമ്പസ് സെലക്ഷൻ വീണു. അവന് ചെന്നൈയിൽ ഒരു കമ്പനി ജോലി കിട്ടി. ചെന്നൈയിലെ കമ്പനി അവിടെ ചെന്നപ്പോൾ ഇവന്റെ സ്മാർട്ട്നെസ് കണ്ട് ഇവനെ അടുത്തത് US വിട്ടു.
ചുരുക്കി പറയാം, അവിടെ ചെന്നപ്പോൾ അവൻ ഒരു അമേരിക്കയിലുള്ള ഒരു പെങ്കുച്ചിനെ കല്യാണം കഴിച്ചു. ഹല്ലേലൂയ. ചുരുക്കി പറയാം, കർത്താവിന് സ്തോത്രം. അവർ രണ്ടുപേരും അവിടെയായി. കമ്പനി അവനെ ഒരു നല്ല പൊസിഷനിലേക്ക് കൊണ്ടുപോയി. സ്തോത്രം. ഈ അപ്പൻ വിറ്റതെല്ലാം തിരിച്ചു വാങ്ങിക്കാൻ തുടങ്ങി. ഗ്ലോറി. വിറ്റതെല്ലാം തിരിച്ചു വാങ്ങിക്കാൻ തുടങ്ങി. അപ്പം ഈ മോൻ ദൈവത്തിന് സ്തോത്രം, ജോലി പ്ലസ് ഒരാളെ കൊണ്ട് ഒരു ബിസിനസ് തുടങ്ങിച്ചു. കോടികൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. ചുരുക്കി പറയാം, കർത്താവിന് സ്തോത്രം, ടൗണിനകത്തൊരു സ്ഥലം വാങ്ങിച്ച് ഒരു വലിയ ഷോപ്പിംഗ് മാൾ കെട്ടി. ഹല്ലേലൂയ. അപ്പൻ എന്നോട് പറയുക, ദൈവത്തിന് സ്തോത്രം, ഈ ബിൽഡിംഗ് മുഴുവൻ ഞങ്ങളുടെയാ. ദൈവത്തിന് ഒരു 10-85 ലക്ഷം രൂപ ഒരു മാസം വാടക കിട്ടും. സ്തോത്രം. ഇപ്പൊ എൻ്റെ പണി പ്രാർത്ഥിക്കുക, പാടുക, വാടക വാങ്ങിക്കുക, ദശാംശം കൊടുക്കുക, കൺവെൻഷൻ നടത്തുക. രാജകീയം സിൽക്ക് ജൂബായും സിൽക്ക് മുണ്ടു കൊടുത്ത് ബെൻസ് കാറിൽ അടിച്ച് മിന്നി നടക്കുക. എന്താ? അവന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിതു. നിന്നോട് ഞാൻ ദൂത് പറയാം, നിന്റെ കുടുംബത്തിൽ ഒന്നിനെ ദൈവം കണ്ടിട്ടുണ്ട്. നിന്റെ കുടുംബത്തിൽ വേറൊന്നിനെ ദൈവം കണ്ടിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവർ ചേർന്ന് ഒരു ആമീൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പോഴേ കാറ് പാർക്ക് ചെയ്യുന്ന കാർപോർച്ചിനെ ദൈവത്തിന് സ്വന്തം അടുക്ക ചെന്നിട്ട് എന്നെ ഒരു മുറിക്കകത്തോട്ട് കൊണ്ടുപോയി ഷട്ടർ അങ്ങോട്ട് തുറന്ന് കാണിച്ചു. ഞാനോർത്തു സ്വർണ്ണശേഖരമാണെന്നല്ല, മുഴുവൻ സൗണ്ട് സിസ്റ്റമാ. എന്നാ ഒരു 10-20,000 വാട്ട്സ് സിസ്റ്റം. ഞാൻ ചോദിച്ചു എന്തിനാ? കൺവെൻഷൻ നടത്താനാ. പിടികിട്ടിയോ? ഹല്ലേലൂയ. അദ്ദേഹം പറയാ, യേശുപ്പച്ചൻ എന്നോട് പറഞ്ഞു, നീ ബിസിനസ് ചെയ്താ പൊട്ടിപ്പോ, നിന്റെ മോനെ ഞാൻ അനുഗ്രഹിച്ചോളാം. ഒരാമീൻ വരുന്നില്ല. മോൻ ബിസിനസ് ചെയ്യുന്നു, അപ്പൻ വേല ചെയ്യുന്നു. ഞാനൊരു വിശ്വാസമുണ്ട്, നിന്നോടൊരു ദൂത് പറയാം, നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. വിശ്വാസമുണ്ട്, ആമീൻ പറ. ഈ വാക്യമൊക്കെ ചുമ്മാതെ കർത്താവിന് സ്വന്തം ബൈബിളിൽ എഴുതിയിട്ടത് കാണാനും വായിക്കാനും അല്ല, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാ. നിന്റെ കർത്താവിന് സ്വത്രം 2 വയസ്സുള്ള കുഞ്ഞ് ഇങ്ങനെ തത്താപ്പിട്ട് നടക്കുന്നത്, ഇങ്ങനെ നടക്കുന്നതിനെ നോക്കി പറയണം, ഇവൻ പുരാതന ശൂന്യങ്ങളെ പണിയും. തലമുറ തലമുറയായി ഇടിഞ്ഞു കിടക്കുന്നതിന് ഇവൻ എന്ത് ചെയ്യും? കെട്ടിപ്പൊക്കിക്കൊണ്ടുവരും. ഒരാമീൻ പറഞ്ഞാട്ട്, ഒരാമീൻ പറഞ്ഞാട്ട്. ഞാൻ പ്രസംഗിക്കുമ്പോൾ പറയും, ഹല്ലേലൂയ, എൻ്റെ പിള്ളേരോട് പറയും, ഓരോ രാജ്യത്ത് പൊക്കോണം. ഞാനും എൻ്റെ ഭാര്യയും അപ്പൂപ്പനും അമ്മൂമ്മയും ആകുമ്പം, ഭാര്യ ഒന്ന് നോക്കിക്കേ, അപ്പൂപ്പനും അമ്മൂമ്മയും ആകുമ്പം വടിയൊക്കെ പിടിച്ചോണ്ട് സ്വിറ്റ്സർലൻഡിലോട്ടും ജർമ്മനിലോട്ടും വന്നിറങ്ങുമ്പം സ്വീകരിക്കാൻ കാണണമെന്ന് ഞാനൊരു ദൂത് നിന്നോട് വിളിച്ചു പറയാം. ഹല്ലേലൂയ. ഇന്നും കർത്താവ് പ്രവർത്തിക്കുന്ന ദൈവമാണ്. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയട്ടെ. തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നിന്റെ സന്തതി കെട്ടിപ്പൊക്കട്ടെ. കുഞ്ഞുങ്ങളെ നോക്കി അവര് കൊള്ളത്തില്ല, അവര് ശരിയാകത്തില്ലെന്ന് പറയുന്ന അമ്മമാരുണ്ടെങ്കിൽ എൻ്റെ അമ്മേ മാനസാന്തരപ്പെടണം. നിന്റെ പിള്ളേരെ നോക്കി പറയണം, ഇവര് തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനത്തെ ഇവര് കെട്ടിപ്പൊക്കും. രാമീൻ പറഞ്ഞാട്ട് ഞാൻ ദൂതിലേക്ക് വരിക. എന്നോട് ദൈവാത്മ പറയുക, നിന്റെ മെച്ചം നിന്റെ മെച്ചമല്ല, മറിച്ച് നീ നിൽക്കുന്ന വേരിന്റെ മെച്ചമാണ്. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിക്കണേ, മതിൽ ചവിട്ടിത്താക്കുന്നില്ല, മതിലിടിക്കുന്നില്ല, മതിൽ അവിടെ തന്നെ. നിന്റെ എതിരാളിക്ക് സന്തോഷമാണ്, ഞങ്ങൾ ബന്ധിച്ചത് അതുപോലെ നിന്നോട്ട്. പിന്നെ അവൻ ദൂരെ എന്ന് പറയും, ഇപ്പൊ ഒരു പച്ചിപ്പ് കാണുന്നുണ്ട്. ഗ്ലോറി. ഞാൻ കർത്താവിന് സ്തോത്രം വിശ്വാസത്തിൽ വന്നപ്പോഴേ ഞങ്ങളുടെ വീട്ടിൽ ധാരാളം ആൾക്കാർ പ്രാർത്ഥിക്കാൻ വരും. സ്തോത്രം. ഞങ്ങൾ ഉള്ളപ്പനും വരും, ഇല്ലാത്തപ്പനും വരും. വെളുപ്പിനെ 4 മണിക്കും വരും, രാത്രി 12 മണിക്കും വരും. ഗ്ലോറി. എപ്പം വന്നാലും ഞങ്ങളുടെ വീട് പ്രാർത്ഥിക്കാൻ തുറക്കും. ഗ്ലോറി. ഉറക്കം വിഷയമല്ല, ഊണ് വിഷയമല്ല. അന്നും അങ്ങനെ ഇന്നും അങ്ങനെ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഉപദേശമാല ഒരു ദിവസം 4 മണിക്ക് ട്രിവാൻഡ്രത്ത് TV പ്രേക്ഷക സംഗമത്തിന് പോകാൻ 3:45 വീട്ടിൽ വന്നപ്പം 3:45 എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ ആൾ വന്നിട്ടുണ്ട്. ഗ്ലോറി. അവരൊക്കെ ഇപ്പോഴും വരും. ഞങ്ങൾ പറയും എപ്പോഴും വരും. അങ്ങനെ ഞങ്ങൾ പണ്ട് താമസിച്ചുകൊണ്ട് വീട്ടിൽ വന്നപ്പം ഞങ്ങൾ അവിടെ ഇല്ലാന്നപ്പം അയലോക്കത്തെ വീട്ടിൽ ചെന്നിരുന്നു. അവർ പറഞ്ഞു ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു. ഇരുന്നുണ്ടെങ്കിൽ അവരൊരു കമൻറ്റ് പറഞ്ഞു, എല്ലാം ഉമ്മം കുരുത്ത് പോയതാ, പക്ഷെ ഇപ്പോൾ എന്തോ ഒരു പച്ചിപ്പ് അവിടെ ഉണ്ട്. അറിഞ്ഞില്ല, ഇതിനിടയിൽ ഒരു ഒട്ടിപ്പ് നടന്നു. കാട്ടൊലിവിൻ ശാഖയായിരുന്ന നിന്നെ മുറിച്ചെടുത്ത് നല്ലൊലിവോട് ഒട്ടിപ്പിച്ചു. കുഞ്ഞേ, പാപ്പച്ചന്റെ മോനെ, നീ ഇത്രേ പൊങ്ങത്തുള്ളൂ. ഇപ്പോഴത്തെ മെച്ചം പാപ്പച്ചന്റെ മെച്ചമല്ല, മറിച്ച് നിന്നെ മറ്റൊരു ഒലിവോട് ഒട്ടിച്ചു. ഹല്ലേലൂയ. ഇവിടെ നോക്കി, ഞാൻ പറഞ്ഞു വന്ന ഭാഗത്തല്ലേ, യഹോവയിൽ ആശ്രയിക്കുന്നവൻ 17:7 വായിച്ചേ.
യിരെമ്യാ 17:7. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതും വൃക്ഷം പോലെയാകും. വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല. ഉഷ്ണം തട്ടുമ്പോൾ പേടിയില്ല. അതിന്റെ ഇല പച്ചയായി. ഇവിടെ ആമീൻ പറയണം. ഉഷ്ണം തട്ടുമ്പോൾ എന്നാ കാര്യം? അതിന്റെ പേര് വെള്ളക്കണ്ണിയെ തൊട്ടോണ്ടിരിക്കുക. ആത്മനദിയുടെ കരയിൽ നിർത്തിയിരിക്കുന്ന നിന്നെ തകർക്കാൻ ഒരു ഉഷ്ണക്കാറ്റിനും പറ്റത്തില്ല. ഈ ചൂടത്ത് ഈ പച്ചല നഷ്ടപ്പെടത്തില്ല. ഈ ചൂടത്ത് ഈ പച്ചിപ്പ് നഷ്ടപ്പെടും. മിഡിൽ ഈസ്റ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം മസ്കറ്റാ. കണ്ട മിണ്ടുന്നില്ല. അതിന്റെ കാരണം ദുബായും കുവൈറ്റും ഒക്കെ കൊള്ളാം, പക്ഷെ ഞാൻ കണ്ട പച്ചിപ്പ് ഏറ്റവും കൂടുതൽ മസ്കറ്റില്ല. ഒരാമയും വരുന്നില്ല. ചെന്നിറങ്ങുമ്പോൾ ചൂടെന്ന് പറഞ്ഞ ഗ്ലോറി ഇങ്ങനെ വെയിലത്ത് കൂടെ പറക്കുന്ന പോലെ തോന്നും. അതുപോലെ ചൂട് ഗ്ലോറി. സൈറ്റിലെങ്ങും ആരെയും മണിക്കിറക്കുന്നില്ല, അത്ര ചൂടാ. ആ ചൂടത്ത് ഞങ്ങൾ നോക്കുമ്പോഴും റോഡിന്റെ 2 സൈഡിലും നല്ല പുല്ല് പച്ചിച്ച് നിൽക്കുക. ഹല്ലേലൂയ. ഞങ്ങൾ അത്ഭുതപ്പെട്ടു. ഞാൻ ചോദിച്ചു, വണ്ടിയെ കൊണ്ടുവന്ന് അച്ഛാണ്ട്, എൻ്റെ സാറേ എന്നാ സാറേ ഈ പച്ചിപ്പ്? എന്നിട്ട് പറയാ, ദിവസം 5 നേരം മുടങ്ങാതെ വെള്ളം വന്ന് ചുറ്റി അടിക്കും. ഈ ചൂട് ഏക്കാതെ വണ്ണം ചൂട് സമയത്ത് 8 പ്രാവശ്യം ടൈം സെറ്റ് ചെയ്തേക്കുക. മണിക്കൂർ വെച്ച് അടിച്ചുകൊണ്ടിരിക്കും. ഒരാമീൻ വരുന്നില്ല. എന്നാ മരുഭൂമിയിൽ ദൈവത്തിന് സ്തോത്രം ഈ പച്ചിപ്പ് പാടാത്ത അതിനേക്കാൾ നല്ല വെള്ളം അതിന് കൊടുത്തോണ്ടിരിക്കുക. ഇന്ന് പകൽ ദൂത് പറയാൻ, നിന്നെ വാട്ടിക്കളയാൻ ആമി ഭയങ്കര ചൂടടിച്ചു വിട്ടപ്പോഴും ദൈവാത്മാ പറയാ, ഇത് ആമി വാടത്തില്ല. നീ വാടുന്നതാ ചിലർക്ക് ഇഷ്ടം, നീ വാടത്തില്ല. എനിക്ക് ദൈവാത്മാവ് ദൂത് തരുന്നു, നീ വാടിപ്പോകുമെന്നൊക്കെയാ ചിലര് കരുതിയ, പക്ഷെ വാടത്തില്ല. വിശ്വാസം കൊണ്ട് ആമീൻ പറഞ്ഞോട്ട്. 2016 വാടുന്ന വർഷമല്ല. അതൊക്കെ നമുക്ക് വളരെ പ്രിയപ്പെട്ടൊരു മകനാണ് ജീസസ്. എത്ര നാളായി ഈ ബുദ്ധിമുട്ട് തുടങ്ങിയിട്ട്? 6-7 വർഷമായി. നമുക്കിങ്ങനെ മൂക്കിനകത്ത് വിരലിട്ടാൽ ദശ തൊടാമോ? കാണാം. തൊടാം. ജീസസ്. 7 വർഷമായിട്ട് മൂക്കിനകത്ത് ഈ ദശ വളരുന്നുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ശ്വാസം എടുക്കാൻ തന്നെ ബുദ്ധിമുട്ട്. ഇദ്ദേഹത്തിന് മൂക്കിനകത്ത് വിരലിട്ടാൽ ആ ദശയെ തൊടാൻ പറ്റും. പക്ഷെ ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോവാ. വെറുതെ കണ്ണുമെല്ലാം അടച്ചു. ഏത് മൂക്കിനാ ദശയുള്ളത്? ഹീലിംഗ് പവർ. കർത്താവേ, അമ്മയുടെ ഉദരം തൊട്ട ഇവനെ കണ്ട ദൈവമേ, ഇവന്റെ മൂക്കിനകത്ത് 6 വർഷത്തിലധികമായി വളർന്നു വരുന്ന ആ ദശ, ഇവന്റെ ശ്വാസനാളത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആ ദശ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ ആരാധനയുടെ നടുവിൽ വെച്ച് ശാസിക്കുക. ഇപ്പോൾ ഒരു ഹീലിംഗ് പവർ. സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. സൗഖ്യമായി കാണുമോ? ഇനി വല്ല പരീക്ഷന്മാരും വല്ല ഉണ്ടല്ലോ നമുക്ക്. അവരുടെ വിശ്വാസത്തിന് വേണ്ടി ഇദ്ദേഹത്തിന്റെ വേറെ കൈ മൂക്കിലൊന്ന് ഇട്ട് നോക്കണം, ആ ദശ അവിടെ ഉണ്ടോ എന്ന്. ഒന്ന് ഇട്ട് നോക്കിയ ബ്രദറെ, ഉണ്ടോ? ഇല്ല, കാണുന്നില്ല. ഇപ്പൊ അവിടെ കാണുന്നില്ല. 7 വർഷമായി ഉണ്ടായിരുന്ന ആ മുഴ, ആ ദശ ഇപ്പോൾ അവിടെ ഇല്ല. എനിക്ക് വ്യക്തമായി അറിയാവുന്ന ആ മുഴ അപ്രത്യക്ഷമാകുമെന്ന്. ഞാൻ അദ്ദേഹത്തെ കൊണ്ട് മൂക്കിനകത്ത് വിരലിട്ട ദശയുണ്ടോ എന്ന് തന്നെ കൊണ്ട് നോക്കിച്ചത് എന്റെ അവിശ്വാസ നിമിത്തമല്ല. ഏതെങ്കിലും പരീക്ഷന്മാർക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അല്ല, എന്റെ യേശു സൗഖ്യമാക്കുന്നവനാന്ന് അവരോട് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയാ. ഞങ്ങൾ ശുശ്രൂഷിച്ച വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്നുവരെയും നിങ്ങളുടെ ലൈഫിൽ കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുതം ദൈവം ചെയ്യാൻ പോവാം. ഈ മഴ പെയ്തിറങ്ങുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലുകൾ ദൈവം പെയ്തിറക്കുവാൻ പോവുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. കണ്ണുകളെ അടയ്ക്കുക.
ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം അവരുടെ മേൽ പെയ്യണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, അവരുടെ രോഗങ്ങൾ സൗഖ്യമാകണം, അവരുടെ ശാപങ്ങൾ പൊട്ടണം, അവരുടെ പരാജയങ്ങൾ മാറണം, അവരുടെ തകർച്ചകൾ മാറണം. ദൈവ അനുഗ്രഹത്താൽ അവരെ നിറയ്ക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഞങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ വരിക. നമുക്ക് ഒന്നിച്ച് കണ്ട് പ്രാർത്ഥിക്കാം. നിങ്ങൾക്കിനിയും പ്രാർത്ഥന ആവശ്യമാണ്, താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. നിങ്ങൾക്ക് TV ശുശ്രൂഷ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ സഹായങ്ങൾ എത്തിക്കാനുള്ള വഴികൾ ഞങ്ങൾ പറഞ്ഞു തരും. നാളെ ഇതേ സമയം വീണ്ടും ഒന്നിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.